ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാനൊരു പുതിയ ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു 12 സെൻറ്റിമീറ്റർ സൈഡ്സ് വരുന്ന ഒരു സ്ക്വയർ വരച്ചെടുക്കണം. സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ സൈഡ്സും ഈക്വലായിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 4 സൈഡും ചെയ്തതിന് ശേഷം ഇത് ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈൻസ് വരച്ചിട്ട് ഈ സ്ക്വയർ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഇത് വെർട്ടിക്കൽ ലൈൻസ് ആണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് വരയ്ക്കുന്നത്. ഇതുപോലെ തന്നെ ഹോറിസോണ്ടലായിട്ട് ലൈൻസും വരച്ചെടുക്കാം. ഇതാ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോർണറിൽ നിന്ന് ഒരു 4 സ്ക്വയർ സൈഡിൽ നിന്നൊരു 8 സെൻറ്റിമീറ്ററും 2 സൈഡിൽ നിന്നൊരു 8 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചെടുക്കുകയാണ്, ഒരു ട്രയാങ്കിൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ട്രയാങ്കിളിൻ്റെ താഴേക്ക് ലൈൻസ് വരച്ചിട്ട് വേറൊരു ട്രയാങ്കിളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാ അങ്ങനെ ട്രയാങ്കിളൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത കോർണറിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ട്രയാങ്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ആദ്യം നിന്ന് ഒരു ലൈന് ആദ്യം വരച്ച ട്രയാങ്കിളിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇവിടുന്ന് 2 ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്ന പോലെ. ഇനി കളർ പെൻ ഉപയോഗിച്ചിട്ട് ആ സ്ക്വയർ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം വരച്ച സ്ക്വയർ ഒന്ന് കളർ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ രണ്ടാമത് വരച്ചെടുത്ത ട്രയാങ്കിളിനകത്ത് കളർ പെൻ ഉപയോഗിച്ചിട്ട് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഇതാ ഞാൻ ചെയ്യുന്ന പോലെ. ഇതാ ഇങ്ങനെ 3 ലൈൻസ് വരച്ചെടുത്തിട്ട് ആ ട്രയാങ്കിളിൻ്റെ അകത്ത് 3 ട്രയാങ്കിൾ വരുന്ന പോലെ ആക്കിയിട്ടുണ്ട്. ഇതാ മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് കളർ ചെയ്യേണ്ട ഭാഗമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി താഴത്തെ ട്രയാങ്കിൾ നോക്കാം. ഇതാ ഞാൻ വരയ്ക്കുന്ന പോലെ ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട് കളർ പെൻ ഉപയോഗിച്ചിട്ട്. ഇതാ പോയിൻ്റ് മാർക്ക് ചെയ്ത സ്ഥലത്താണ് കളർ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ മുകളിലും നമ്മൾ ലൈൻസൊക്കെ വരച്ചെടുക്കുന്നുണ്ട്. എവിടെയാണോ കളർ ചെയ്യേണ്ടത് അവിടെ മാർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കോർണറിലും അതുപോലെ തന്നെ. ഇവിടേക്കാണ് നമ്മൾ കളർ ചെയ്തെടുക്കേണ്ടത്. പോയിൻ്റ് മാർക്ക് ചെയ്ത ഭാഗത്തൊക്കെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉള്ള ഒരു ജോമെട്രിയാണ്, എന്നാലും ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. പോയിൻ്റ് മാർക്ക് ചെയ്ത ഭാഗമൊക്കെ കളർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ കോർണറിലും നമ്മൾ ട്രയാങ്കിൾ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഔട്ടർ ലൈൻ കളർ ചെയ്തെടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഓപ്പോസിറ്റ് കോർണറിലും ട്രയാങ്കിൾ വരച്ചെടുക്കുന്നുണ്ട്. മൂന്ന് സൈസിലുള്ള ട്രയാങ്കിളാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് ആ ഭാഗത്ത് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കളറിംഗ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന നമ്മൾ ആദ്യം വരച്ചെടുത്ത ലൈൻസൊക്കെ എറൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ ലൈൻസ് വരച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇതിൻ്റെ. ആ ഇമേജ് ഒന്ന് അട്രാക്റ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്.